ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സി ജൂൺ മാസം 2025 ജൂൺ മാസം ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാൻ പാക്കേജ് വൈസ് ആണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പാക്കേജ് നെയിം എന്ന് പറയുന്ന കോളത്തിൽ പാക്കേജ് വൈസ് ആണ് ഇത് സോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാക്കേജും ഏതൊക്കെ ഡിപ്പോയിൽ നിന്ന് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ജൂൺ മന്തിലെ പ്ലാൻസ് ചാർട്ട് ചെയ്യുക. പിന്നെ ജൂൺ മാസം നമുക്കറിയാം മഴയാണ്. അപ്പോൾ ഇതിൽ ചേഞ്ചസ് ഒക്കെ വരാം. കൂടുതൽ മഴ പെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ചേഞ്ചസ് ഇതിനകത്ത് വരാം. അപ്പോൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രിപ്സിന്റെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. അപ്പം കെ എസ് ആർ ടി സിയോടെ യാത്ര ചെയ്യുമ്പം ഞാൻ നേരത്തെ പറയാറുണ്ട്, രണ്ട് ബെനിഫിറ്റ്സ് ആണ്. ഒന്ന്, നമുക്ക് സ്ത്രീകളാണെങ്കിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ പോലും യാത്ര ചെയ്ത് സുരക്ഷിതമായിട്ട് തിരിച്ചു വരാം. രണ്ട്, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പോയിട്ട് വരാം. ഇത് രണ്ടുമാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പാക്കേജ് ആണെന്ന് നോക്കാം. പാക്കേജ് വൈസ് ആണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. അച്ചൻകോവിൽ പാക്കേജ് ആണ് ആദ്യം വരുന്നത്. അച്ചൻകോവിൽ പാക്കേജ് മാവേലിക്കരയിൽ നിന്ന് 22-ാം തീയതി ഉണ്ട്. അച്ചൻകോവിൽ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് 11-ാം തീയതിയും 17-ാം തീയതിയും ഉണ്ട്. അത് കഴിഞ്ഞ് അടവി കുമ്പാവുരുട്ടി പാക്കേജ് കൊല്ലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 15-നുണ്ട്, ജൂൺ 21-നുണ്ട്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് അടവി കുമ്പാവുരുട്ടി ജൂൺ 10-നുണ്ട്. അത് കഴിഞ്ഞ് അകലപ്പുഴ പാക്കേജ് ജൂൺ 2-ാം തീയതി അകലപ്പുഴ പാക്കേജ് ഉണ്ട്. ജൂൺ 9-ാം തീയതി ഉണ്ട്. ജൂൺ 16-ാം തീയതി ഉണ്ട്. ജൂൺ 23-ാം തീയതി. എല്ലാം കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് ജൂൺ 1-നുണ്ട്. ജൂൺ 8-ന് അകലപ്പുഴ പാക്കേജ് ഉണ്ട്. ജൂൺ 15-നുണ്ട്. ജൂൺ 22-നുണ്ട്. പിന്നെ സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 2-നുണ്ട്. ജൂൺ 9-നുണ്ട്. ജൂൺ 16-നുണ്ട്. ജൂൺ 23-നുണ്ട്. ഇത്രയാണ് അകലപ്പുഴ പാക്കേജ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ആലപ്പുഴ പാക്കേജുകൾ ഉള്ളത്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 15-ാം തീയതി ഉണ്ട്. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 15-നുണ്ട്. മലപ്പുറം ഡിപ്പോയിൽ നിന്ന് ജൂൺ 23. നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 8-ാം തീയതി. തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1-ാം തീയതി. തൊടുപുഴയിൽ നിന്ന് ജൂൺ 22-ാം തീയതി ഉണ്ട്. വികാസ് ഭവൻ ഡിപ്പോയിൽ നിന്ന് ജൂൺ 18-ാം തീയതി. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന്, പിന്നെ അഞ്ചുരുളി പാക്കേജാണ്. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 6-ാം തീയതി ഉണ്ട്. ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 7-ാം തീയതി ഉണ്ട്. ചേർത്തല ഡിപ്പോയിൽ നിന്ന് ജൂൺ 1-നുണ്ട്. തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 7-ാം തീയതി ഉണ്ട്. എടത്വ ഡിപ്പോയിൽ നിന്ന് അരുവിപ്പുറം ചെമ്പഴത്തി പാക്കേജ്, അത് എടത്വ ഡിപ്പോയിൽ നിന്ന് 22 ജൂണിനുണ്ട്. പിന്നെ അതിരപ്പള്ളി സിൽവർ സ്റ്റോൺ പാക്കേജ് നോക്കുകയാണെങ്കിൽ കൊല്ലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 13-ാം തീയതി ഉണ്ട്. ജൂൺ 27-ാം തീയതിയും കൊല്ലത്ത് നിന്ന് തന്നെ ഉണ്ട്. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 7-ാം തീയതി ഉണ്ട്. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 29-നുണ്ട്. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 8-നുണ്ട്. മാവേലിക്കരയിൽ നിന്ന് ജൂൺ 21-ാം തീയതി ഉണ്ട്. നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 7-ാം തീയതി ഉണ്ട്. പേരൂർക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 18-ാം തീയതി ഉണ്ട്. തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ജൂൺ 14-നുണ്ട്. സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 7-ാം തീയതി ഉണ്ട്. ജൂൺ 15-ാം തീയതി സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്നുണ്ട്. ജൂൺ 21-ാം തീയതി ഉണ്ട്. ജൂൺ 28-ാം തീയതി ഉണ്ട്. ഇനി അയ്യപ്പ ദർശനം പാക്കേജ് നോക്കുകയാണെങ്കിൽ അടൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 27-ാം തീയതി ഉണ്ട്. ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1-നുണ്ട്. കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 8-നുണ്ട്. മാവേലിക്കരയിൽ നിന്ന് ജൂൺ ആഴിമല പാക്കേജ്, അത് ആഴിമല പാക്കേജാണ്. ജൂൺ 15-ന് മാവേലിക്കരയിൽ നിന്നുണ്ട്. ചതുരംഗപ്പാറ പാക്കേജ് നോക്കുകയാണെങ്കിൽ ആലുവ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1-നുണ്ട്. ജൂൺ 8-ാം തീയതി ആലുവയിൽ നിന്നുണ്ട്. ജൂൺ 22-ാം തീയതി ഉണ്ട്. ജൂൺ 29-നുണ്ട്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ജൂൺ 29-ാം തീയതി ഉണ്ട്. ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 28-നുണ്ട്. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 15-നുണ്ട്. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ചതുരംഗപ്പാറ ജൂൺ 8-ാം തീയതി ഉണ്ട്. എറണാകുളത്ത് നിന്ന് തന്നെ ജൂൺ 21-നുണ്ട്. എരുമേലിയിൽ നിന്ന് ജൂൺ 6-നുണ്ട്. എരുമേലിയിൽ നിന്ന് ജൂൺ 22. കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂൺ 7. കോന്നി ഡിപ്പോയിൽ നിന്ന് ജൂൺ 22. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 15. കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 29. കോട്ടയത്ത് നിന്ന് ജൂൺ 8-ാം തീയതി. ജൂൺ 8-ന് തന്നെ മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ജൂൺ 28-ന്. പിന്നെ നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1. നോർത്ത് പറവൂരിൽ നിന്ന് ജൂൺ 14. നോർത്ത് പറവൂരിൽ നിന്ന് ജൂൺ 22. പാലാ ഡിപ്പോയിൽ നിന്ന് ജൂൺ 6-ാം തീയതി ഉണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 22-ാം തീയതി ഉണ്ട്. പിറവൻ ഡിപ്പോയിൽ നിന്ന് ജൂൺ 21-നുണ്ട്. വൈക്കം ഡിപ്പോയിൽ നിന്ന് ജൂൺ 1-ാം തീയതി. കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന്, അടുത്ത ചീങ്കേരി ഹിൽ ട്രെക്കിംഗ് പാക്കേജ് ആണ്. അത് കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1-ാം തീയതി ഉണ്ട്. ജൂൺ 9-ാം തീയതി കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നുണ്ട്. 16-ാം തീയതി ഉണ്ട്. 22-ാം തീയതി ഉണ്ട്. 23-നുണ്ട്. 29-നുണ്ട്. 30-ാം തീയതി ഉണ്ട്. പിന്നെ സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 1-ാം തീയതി ഉണ്ട്. ജൂൺ 9-നുണ്ട്.
ജൂൺ 16-നുണ്ട്, ജൂൺ 22-നുണ്ട്, ജൂൺ 23-നുണ്ട്, ജൂൺ 29, ജൂൺ 30. പിന്നെ സിറ്റി റൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ഡെക്കർ സർവീസ് ആണ്. അത് എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ വൈകുന്നേരം രാത്രി 10 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് ട്രിവാൻഡ്രം നഗരം കാണാനായിട്ടുള്ള ഒരു ഡബിൾ ഡെക്കർ സർവീസ് ആണ്. 200 രൂപയാണ് ചാർജ് വരുന്നത്. അത് എല്ലാ ദിവസവും ഉണ്ട്. ജൂൺ 1, 2, 3, 4, 5 തുടങ്ങി 30-ാം തീയതി വരെയും ഈ സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ഈ ഒരു സർവീസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ട്രിവാൻഡ്രം കണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ഡബിൾ ഡെക്കർ സർവീസ്, അവിടെയും മൂന്നാറിന്റെ സൈറ്റ് സീയിങ് കാണാനായിട്ട് ഡബിൾ ഡെക്കർ സർവീസാണ്. അത് ഒരു ഗ്ലാസ് ബോഡി ടൈപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തിരുന്ന് പുറത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മൂന്നാർ പോവുകയാണെങ്കിൽ അതും ഡെയിലി സർവീസ് ഉള്ളതാണ്. ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പം മൂന്നാർ പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സർവീസ് എടുക്കുക. എല്ലാ ദിവസവും ഉണ്ട്. 1 മുതൽ 30 വരെ എല്ലാ ദിവസവും ആ ഒരു ട്രിപ്പ് ബസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മാവേലിക്കര ഡിപ്പോ നോക്കുകയാണെങ്കിൽ, ഇടുക്കി പാക്കേജ് നോക്കുകയാണെങ്കിൽ മാവേലിക്കര എന്ന 22-ാം തീയതി ഉണ്ട്. പിന്നെ ഗവി പാക്കേജാണ് അടുത്ത് വരുന്നത്. ജൂൺ 15-ാം തീയതി ആരനാട്, ജൂൺ 18-ാം തീയതി ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്നുണ്ട്, ജൂൺ 20-ാം തീയതി ചടയമംഗലം, ജൂൺ 30-ാം തീയതി ചങ്ങനാശ്ശേരി. ഗവി നിങ്ങൾ എടുക്കുമ്പോൾ KSRTCയോടൊപ്പം തന്നെ പോകാൻ ശ്രമിക്കുക. ഹൈറ്റുള്ള ബസ്സിലിരുന്ന് പോകുമ്പോൾ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും. പിന്നെ സേഫാണ്. വലിയ ബസ്സാകുമ്പോൾ സേഫാണ്. ആനകളും ബാക്കി മൃഗങ്ങളെല്ലാം ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിൽ പോകുമ്പോൾ സേഫാണ്. വലിയ ബസ്സായതുകൊണ്ട് സേഫാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ ജൂൺ 30-നുണ്ട്, ജൂൺ 16-ന് ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്നുണ്ട്, 24-ാം തീയതി ഈരാറ്റുപേട്ട, ജൂൺ 6-ാം തീയതി എറണാകുളം ഡിപ്പോയിൽ നിന്നുണ്ട്, എരുമേലി ഡിപ്പോയിൽ നിന്ന് ജൂൺ 26, കണിയാപുരത്ത് നിന്ന് ജൂൺ 14, കണ്ണൂരിൽ നിന്ന് ജൂൺ 20, കണ്ണൂരിൽ നിന്ന് ജൂൺ 27, കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ജൂൺ 28, കാസർഗോഡ് നിന്ന് ഉണ്ട്, കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 23-ാം തീയതി ഉണ്ട്, കായംകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 24, കൊല്ലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 12, കൊല്ലത്ത് നിന്ന് ജൂൺ 24, കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 11, കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, കോട്ടയം ഡിപ്പോയിൽ നിന്ന് ജൂൺ 4, കോട്ടയത്ത് നിന്ന് തന്നെ ജൂൺ 23, കോട്ടയത്ത് നിന്ന് ജൂൺ 30 ഉണ്ട്, കോഴിക്കോട് നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, മലപ്പുറത്ത് നിന്ന് ജൂൺ 15, മലപ്പുറത്ത് നിന്ന് ജൂൺ 29 ഉണ്ട്, മല്ലപ്പള്ളിയിൽ നിന്നുണ്ട് ട്രിപ്പുണ്ട്, അതും ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, മണ്ണാർക്കാട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്, മാവേലിക്കരയിൽ നിന്ന് ജൂൺ 18, നിലമ്പൂരിൽ നിന്ന് ജൂൺ 9, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 9, പാലാ ഡിപ്പോയിൽ നിന്ന് ജൂൺ 20, പാലക്കാട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്, പന്തളത്ത് നിന്നുണ്ട്, പാപ്പനംകോട് നിന്ന് ജൂൺ 6, പത്തനംതിട്ടയിൽ നിന്ന് പാക്കേജ് ഉണ്ട്, പയ്യന്നൂരിൽ നിന്ന് ജൂൺ 6, പെരിന്തൽമണ്ണയിൽ നിന്ന് ജൂൺ 10, പെരിന്തൽമണ്ണയിൽ നിന്ന് ജൂൺ 18, പേരൂർക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 10, പിറവം ഡിപ്പോയിൽ നിന്ന് ജൂൺ 12, പൊൻകുന്നത്ത് നിന്ന് ജൂൺ 25, പൊന്നാനി ഡിപ്പോയിൽ നിന്ന് ജൂൺ 18, പൊന്നാനിയിൽ നിന്ന് ജൂൺ 25, പുനലൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 4, തലശ്ശേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, തിരുവല്ല ഡിപ്പോയിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ നിന്നുണ്ട്, ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 30, ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് ജൂൺ 10, വൈക്കം ഡിപ്പോയിൽ നിന്ന് ജൂൺ 18, വെഞ്ഞാറമൂട് നിന്ന് ജൂൺ 2. ഇത്രയാണ് ഗവി പാക്കേജ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഗുരുവായൂർ പാക്കേജ് നോക്കുകയാണെങ്കിൽ ആരനാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 3, 29-ാം തീയതി കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നുണ്ട്, മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 21, പേരൂർക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 21, വൈക്കം ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, വെഞ്ഞാറമൂട് നിന്ന് ജൂൺ 22. ഇത്രയും പാക്കേജിലാണ് ഗുരുവായൂർ പാക്കേജ് ഉള്ളത്. ഇനി ആലപ്പുഴ ഹൗസ് ബോട്ട് നോക്കുകയാണെങ്കിൽ കോന്നി ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, ജൂൺ 22-ാം തീയതി കൊട്ടാരക്കര, ജൂൺ 19-ാം തീയതി കോഴിക്കോട് ഡിപ്പോയിൽ നിന്നുണ്ട്, കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 28-നും ഉണ്ട്, ചടയമംഗലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 25, ചേർത്തല ഡിപ്പോയിൽ നിന്ന് ജൂൺ 28, കണിയാപുരത്ത് നിന്ന് ജൂൺ 1-ാം തീയതി, കണിയാപുരത്ത് നിന്ന് ജൂൺ 8-നും ഉണ്ട്, കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 29, കോട്ടയം ഡിപ്പോയിൽ നിന്ന് ജൂൺ 20, മല്ലപ്പള്ളിയിൽ നിന്ന് ജൂൺ 1-ാം തീയതി ഉണ്ട്. ഇത് കൊല്ലം ഹൗസ് ബോട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ജൂൺ 1-ാം തീയതി മല്ലപ്പള്ളി, ജൂൺ 14-ാം തീയതി മാവേലിക്കര, പാലാ ഡിപ്പോയിൽ നിന്ന് ജൂൺ 20, പന്തളത്ത് നിന്ന് ജൂൺ 14, പാപ്പനംകോട് നിന്ന് ജൂൺ 29, പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 19, പേരൂർക്കടയിൽ നിന്ന് ജൂൺ 15, പുനലൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 21, തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ജൂൺ 15, ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, വൈക്കം ഡിപ്പോയിൽ നിന്ന് ജൂൺ 20. ഇത്രയാണ് കൊല്ലം ഹൗസ് ബോട്ട് ഉള്ളത്. ഇനി കുമരകത്തുള്ള ഹൗസ് ബോട്ട് പാക്കേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 14,
പേരൂർക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, റാന്നിയിൽ നിന്ന് ജൂൺ 29 ത്തിനാണുള്ളത്. ഇനി പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഇടുക്കി പാക്കേജ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജൂൺ 8-ാം തീയതി ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്, 25-ാം തീയതി ഉണ്ട്. ഇലവീഴ പൂഞ്ചിറ പാക്കേജ് ഉള്ളത് ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, എടത്വ ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, കായംകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 15, കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 11, കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 25, പൂവാർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 29, പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, തിരുവമ്പാടി ഡിപ്പോയിൽ നിന്ന് ജൂൺ 9, തിരുവമ്പാടിയിൽ നിന്ന് ജൂൺ 19, തൊട്ടിൽപ്പാലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 20, തൊട്ടിൽപ്പാലത്ത് നിന്ന് ജൂൺ 27, വടകര ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, വടകരയിൽ നിന്ന് ജൂൺ 28, വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 15. അതിന് ഇല്ലിക്കൽ പാക്കേജ് ഉള്ളത് ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, ആര്യങ്കാവ് ഡിപ്പോയിൽ നിന്ന് ജൂൺ 15, ചടയമംഗലത്ത് നിന്ന് ജൂൺ 22, ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, ചെങ്ങന്നൂരിൽ നിന്ന് ജൂൺ 24, കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂൺ 8, കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂൺ 22 ഉണ്ട്. കൊല്ലത്തുനിന്ന് ജൂൺ 1, കൊല്ലത്തുനിന്ന് ജൂൺ 7, കുളത്തുപുഴ ഡിപ്പോയിൽ നിന്ന് 15-ാം തീയതി ഉണ്ട്. മലപ്പുറം ഡിപ്പോയിൽ നിന്ന് 17-ാം തീയതി ഉണ്ട്. മലപ്പുറത്ത് നിന്ന് ജൂൺ 21, പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 29, പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്ന് ജൂൺ 13, പുനലൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, വികാസ് ഭവൻ ഡിപ്പോയിൽ നിന്ന് 1 ജൂൺ, വികാസ് ഭവനിൽ നിന്ന് ജൂൺ 29 ഉണ്ട്. പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 22 ഇത്രയാണുള്ളത്. ഇനി JK റോയൽസ് എന്ന് പറയുമ്പോൾ സെയിം കൊല്ലം ഹൗസ് ബോട്ട് തന്നെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനിയുള്ള ഡിപ്പോകൾ ജൂൺ 27-ാം തീയതി പൊൻകുന്നമുണ്ട്, 14-ാം തീയതി വെഞ്ഞാറമൂടുണ്ട്, 22-ാം തീയതി വെഞ്ഞാറമൂടുണ്ട്, 29-നുണ്ട്. ഇനി ജംഗിൾ സഫാരി, വയനാടുള്ള ജംഗിൾ സഫാരി പാക്കേജ് ഉള്ളത് മാനന്തവാടിയിൽ നിന്ന് ജൂൺ 1. ഇത് വയനാട് പോകുന്നവർക്ക് രാത്രി ആണ് ഈ ഒരു സർവീസ് ഉള്ളത്. രാത്രിയാണ് ഈ ഒരു ജംഗിൾ സഫാരി പാക്കേജ് വരുന്നത്. അപ്പം നിങ്ങൾ വയനാട് പോവുകയാണെങ്കിൽ ഈ ഒരു പാക്കേജിനോടൊപ്പം ഉറപ്പായിട്ടും ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. ജൂൺ 1-നുണ്ട്, 2-നുണ്ട്, 8-നുണ്ട്, 9-നുണ്ട്, 15-നുണ്ട്, 16-നുണ്ട്, 18-നുണ്ട്, 22-നുണ്ട്, 23-നുണ്ട്, 29, 30. അതുപോലെ സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, ജൂൺ 2, 8, 9, 15, 16, 18, 22, 23, 29, 30 ഇത്രയാണ് ജംഗിൾ സഫാരി പാക്കേജ്. പിന്നെ ആലുവയിൽ നിന്ന് ജംഗിൾ സഫാരി മൂന്നാർ എന്ന് പറയുമ്പോൾ മാമലക്കണ്ടം വഴി കയറി പോകുന്ന ഒരു ട്രിപ്പാണ്. അതൊരു ഫോറസ്റ്റിനകത്തുകൂടിയാണ് മൂന്നാറിലേക്ക് സർവീസ് പോകുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്നൊക്കെയാണ് നോക്കുക. ആലുവയിൽ നിന്ന് ജൂൺ 6-ാം തീയതി ഉണ്ട്, ജൂൺ 8-ാം തീയതി ഉണ്ട്, 15-നുണ്ട്, 28-നുണ്ട്. ചാലക്കുടിയിൽ നിന്ന് ജൂൺ 1-നുണ്ട്, 15-നുണ്ട്. കോതമംഗലത്ത് നിന്ന് ജൂൺ 1, ജൂൺ 7, ജൂൺ 14, ജൂൺ 21, ജൂൺ 28, ജൂൺ 29. മലപ്പുറത്ത് നിന്ന് ജൂൺ 7, ജൂൺ 14, 21. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, 14, 22, 29. നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 7, പെരിന്തൽമണ്ണയിൽ നിന്ന് ജൂൺ 7, 21, 28. പെരുമ്പാവൂരിൽ നിന്ന് ജൂൺ 1, ജൂൺ 8, ജൂൺ 15, ജൂൺ 28. പൊന്നാനി ഡിപ്പോയിൽ നിന്ന് ജൂൺ 7, തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, തൊടുപുഴയിൽ നിന്ന് ജൂൺ 8, തൊടുപുഴയിൽ നിന്ന് ജൂൺ 28-നുണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന് ജൂൺ 14. പിന്നെ കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്ന് ജംഗിൾ സഫാരി വയനാട് പാക്കേജ് ജൂൺ 1-നുണ്ട്, ജൂൺ 7-നുണ്ട്, 14-ാം തീയതി ഉണ്ട്, 22-നുണ്ട്. കാസർഗോഡ് നിന്നും ജൂൺ 1-നുണ്ട്, 7-നുണ്ട്, 15-നുണ്ട്, 28-നുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നും 15-ാം തീയതി ഉണ്ട്. ഇനി കണ്ണൂർ പാക്കേജ്, കണ്ണൂറുള്ള സൈറ്റ് സീയിങ് സ്പോട്ട്, ടൂറിസ്റ്റ് സ്പോട്ട് പോകുന്നത് കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 8-നുണ്ട്, ജൂൺ 29. കൊല്ലത്ത് നിന്ന് ജൂൺ 18, കോഴിക്കോട് നിന്ന് ജൂൺ 15, 29. നിലമ്പൂരിൽ നിന്ന് ജൂൺ 22, ആലുവയിൽ നിന്ന് ജൂൺ 21, ജൂൺ 29. ചാലക്കുടിയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ജൂൺ 8-ാം തീയതി, കൊടുങ്ങല്ലൂരിൽ നിന്ന് ജൂൺ 21, കൊട്ടാരക്കരയിൽ നിന്ന് 21, മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് 28, പെരുമ്പാവൂരിൽ നിന്ന് 22. മൂന്നാർ കാന്തല്ലൂർ പാക്കേജാണിത്. തൊടുപുഴയിൽ നിന്ന് ജൂൺ 15, തൃശ്ശൂരിൽ നിന്ന് ജൂൺ 25. ഈ കന്യാകുമാരി പാക്കേജ് നോക്കുകയാണെങ്കിൽ കൊല്ലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 15,
ജൂൺ 28. പാപ്പനംകോട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 22. പേരൂർക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 29. ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 6. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 1. അതൊരു പൂവാർ ബോട്ടിംഗ് പാക്കേജാണ്. പന്തളത്ത് നിന്ന് ജൂൺ 21. പാപ്പനംകോട് നിന്ന് ജൂൺ 22. പേരൂർക്കടയിൽ നിന്ന് ജൂൺ 6. പത്തനംതിട്ടയിൽ നിന്ന് കാട്ടിൽ മേക്കൽ പാക്കേജ് ജൂൺ 6-ാം തീയതി ഉണ്ട്. ജൂൺ 27-നുണ്ട്. ഒളുക്കുമല പാക്കേജ് ചാലക്കുടിയിൽ നിന്ന് ജൂൺ 7. കൊട്ടിയൂർ പാക്കേജ് ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 22. ജൂൺ 20 ആര്യങ്കാവ് നിന്ന് ജൂൺ 20. ചടയമംഗലത്ത് നിന്ന് ജൂൺ 15. ജൂൺ 29. ചാലക്കുടിയിൽ നിന്ന് ജൂൺ 18. ചാത്തന്നൂരിൽ നിന്ന് 26-ാം തീയതി. ചേർത്തലയിൽ നിന്ന് 10. ചേർത്തലയിൽ നിന്ന് ജൂൺ 17. ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. എറണാകുളത്ത് നിന്ന് ജൂൺ 10. എറണാകുളത്ത് നിന്ന് ജൂൺ 21. ജൂൺ 26. ജൂൺ 28. ഹരിപ്പാട് നിന്ന് ജൂൺ 12. ഹരിപ്പാട് നിന്ന് ജൂൺ 24 കണിയാപുരത്ത് നിന്ന് ജൂൺ 26. കരുനാഗപ്പള്ളിയിൽ നിന്ന് ജൂൺ 18. കാട്ടാക്കടയിൽ നിന്ന് ജൂൺ 12. കിളിമാനൂർ നിന്ന് ജൂൺ 16. കിളിമാനൂർ നിന്ന് ജൂൺ 20-ാം തീയതി ഉണ്ട്. കിളിമാനൂർ നിന്ന് 24-ാം തീയതി ഉണ്ട്. കൊല്ലത്ത് നിന്ന് ജൂൺ 10-ാം തീയതി ഉണ്ട്. 16-ാം തീയതി ഉണ്ട്. 26-ാം തീയതി ഉണ്ട്. കൂത്താട്ടുകുളത്ത് നിന്ന് ജൂൺ 14. 21. 28. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 8. ജൂൺ 12. ജൂൺ 17. ജൂൺ 25. കോട്ടയം ഡിപ്പോയിൽ നിന്ന് ജൂൺ 14. 28. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 14. 15. ജൂൺ 21. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 22. 28. 29. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 13. 17. 20. 27. നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 17. 23. 29. നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 13. 24. 29. പാലാ ഡിപ്പോയിൽ നിന്ന് ജൂൺ 11. 21. 28. പാലക്കാട് നിന്ന് ജൂൺ 12. 16. 18. 22. 24. 26. പന്തളത്ത് നിന്ന് ജൂൺ 17. 27. പാപ്പനംകോട് നിന്ന് ജൂൺ 18. പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 14. 20. 21. 28. പിറവം ഡിപ്പോയിൽ നിന്ന് ജൂൺ 19. പൊൻകുന്നത്ത് നിന്ന് ജൂൺ 17. പുനലൂർ നിന്ന് ജൂൺ 26. താമരശ്ശേരിയിൽ നിന്ന് ജൂൺ 1. 8th. 15th. 22nd. 29th. തിരുവല്ല ഡിപ്പോയിൽ നിന്ന് ജൂൺ 13. 22. 27. ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 12. വടക്കാഞ്ചേരി ഡിപ്പോയിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. വൈക്കം ഡിപ്പോയിൽ നിന്ന് ജൂൺ 10. 21. 29. വെള്ളറട ഡിപ്പോയിൽ നിന്ന് ജൂൺ 15. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 11. വെഞ്ഞാറമൂട് നിന്ന് 16. 20. 25. 29. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് കോഴിക്കോട് ജൂൺ 1. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ജൂൺ 15. 29. കൊല്ലത്ത് നിന്ന് കോഴിക്കോട് പാക്കേജ് 17. പയ്യന്നൂരിൽ നിന്ന് കോഴിക്കോട് പാക്കേജ് ജൂൺ 8. പയ്യന്നൂരിൽ നിന്ന് കോഴിക്കോട് ജൂൺ 29. കുളത്തുപുഴയിൽ നിന്ന് കൃപാസനം ജൂൺ 21. 28. പത്തനംതിട്ടയിൽ നിന്ന് കൃപാസനം ജൂൺ 5. 26. വെഞ്ഞാറമൂട് നിന്ന് കുമ്പാവുരുട്ടി ജൂൺ 21. പത്തനംതിട്ടയിൽ നിന്ന് കുമ്മളി ജൂൺ 2. ആര്യനാട് നിന്ന് കുമരകം 29th. ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ ജൂൺ 8-നുണ്ട്. മലക്കപ്പാറ പാക്കേജ് ചെയ്തൊക്കെ ഡിപ്പോയിൽ നോക്കുക. ആലപ്പുഴയിൽ നിന്ന് ജൂൺ 8-നുണ്ട്. ആലുവയിൽ നിന്ന് ജൂൺ 15. ആലുവയിൽ നിന്ന് 21. ജൂൺ 28. ചാലക്കുടിയിൽ നിന്ന് ജൂൺ 1. ജൂൺ 6. ജൂൺ 15th. ജൂൺ 21. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജൂൺ 7. ജൂൺ 14. ജൂൺ 21. 21 ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്നാണ്. ചെങ്ങന്നൂരിൽ നിന്ന് ജൂൺ 21. 24. ചേർത്തല ഡിപ്പോയിൽ നിന്ന് ജൂൺ 29. ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 6. 15. എടത്വ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1. ഈരാറ്റുപേട്ടയിൽ നിന്ന് ജൂൺ 1. 22. 30. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 1. 22. എരുമേലി ഡിപ്പോയിൽ നിന്ന് ജൂൺ 1. 14. 28. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 22. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 13. 27. കൊടുങ്ങല്ലൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 29. കൊല്ലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 9. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 28. കോതമംഗലത്ത് നിന്ന് ജൂൺ 8. കോതമംഗലത്ത് നിന്ന് ജൂൺ 22. കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 14. കോട്ടയത്ത് നിന്ന് ജൂൺ 7. 22.
കോഴിക്കോട് നിന്ന് ജൂൺ 15 തീയതി ഉണ്ട്. കുളത്തൂപ്പുഴയിൽ നിന്ന് ജൂൺ 28, മലപ്പുറത്ത് നിന്ന് ജൂൺ 1, 8, 15, 22, 29, മണ്ണാർക്കാട് നിന്ന് ജൂൺ 14, മൂവാറ്റുപുഴയിൽ നിന്ന് ജൂൺ 7, 21, നോർത്ത് പറവൂരിൽ നിന്ന് ജൂൺ 6, 21, പാലായിൽ നിന്ന് ജൂൺ 7, 15, പാലക്കാട് നിന്ന് ജൂൺ 14, 29, പത്തനംതിട്ടയിൽ നിന്ന് 25, പെരിന്തൽമണ്ണയിൽ നിന്ന് ജൂൺ 1, 14, 22, 28, പെരുമ്പാവൂർ നിന്ന് ജൂൺ 7, 21, 29, പിറവത്ത് നിന്ന് ജൂൺ 6, 29, പൊൻകുന്നത്ത് നിന്ന് ജൂൺ 6, 21, പൊന്നാനി ഡിപ്പോയിൽ നിന്ന് ജൂൺ 19, 22, 29, പുനലൂർ നിന്ന് ജൂൺ 29, പുതുക്കാട് നിന്ന് ജൂൺ 15, റാന്നിയിൽ നിന്ന് ജൂൺ 8, തിരുവല്ലയിൽ നിന്ന് ജൂൺ 1, 29, തിരുവമ്പാടിയിൽ നിന്ന് ജൂൺ 8, 29, തൊടുപുഴയിൽ നിന്ന് ജൂൺ 7, 29, തൃശ്ശൂർ നിന്ന് ജൂൺ 1, 8, 15, 22, 29, വടകര ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, 22, വടക്കാഞ്ചേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, 29, വൈക്കം ഡിപ്പോയിൽ നിന്ന് ജൂൺ 7, 26. ഇത്രയാണ് മലക്കപ്പാറ ട്രിപ്പ് പ്ലാൻ ഉള്ളത്. ഇനി കുളത്തൂപ്പുഴ ഡിപ്പോ മലയാറ്റൂർ പാക്കേജ് എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കാം. കുളത്തൂപ്പുഴയിൽ നിന്ന് ജൂൺ 28, പിന്നെ മാമലക്കണ്ടം മൂന്നാർ പാക്കേജ് ഉള്ളത്. മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന പാക്കേജ്. മണ്ണാർക്കാട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ജൂൺ 14 തീയതി ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് മാമലക്കണ്ടം ജൂൺ 28 തീയതി ഉണ്ട്. ജൂൺ 29 ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജൂൺ 8, ചെങ്ങന്നൂരിൽ നിന്ന് ജൂൺ 8, ചേർത്തലയിൽ നിന്ന് ജൂൺ 6, ചിറ്റൂരിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. എടത്തൂരിൽ നിന്ന് ജൂൺ 14, ഈരാറ്റുപേട്ട ജൂൺ 7, ജൂൺ 29, എറണാകുളം ജൂൺ 1, 21, എരുമേലി ജൂൺ 7, 29, കായംകുളം ജൂൺ 7, കൊടുങ്ങല്ലൂർ ജൂൺ 1, 15, കൊട്ടാരക്കര ജൂൺ 21, മല്ലപ്പള്ളിയിൽ നിന്ന് ജൂൺ 7, നോർത്ത് പറവൂരിൽ നിന്ന് ജൂൺ 6, 14, 28, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 28, പിറവത്ത് നിന്ന് ജൂൺ 8, 15, പൊൻകുന്നത്ത് നിന്ന് ജൂൺ 7, 8, വടക്കാഞ്ചേരിയിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. ഇനി മാംഗോ മെഡോസ് പാക്കേജ് നോക്കുകയാണെങ്കിൽ ഇതൊരു അഗ്രികൾച്ചർ തീം പാർക്കാണ്. അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കുക. അടൂരിൽ നിന്ന് ജൂൺ 22, ആര്യനാട് നിന്ന് ജൂൺ 7, ചാത്തന്നൂർ നിന്ന് ജൂൺ 8, കായംകുളത്ത് നിന്ന് ജൂൺ 8, കൊല്ലത്ത് നിന്ന് ജൂൺ 7, കൊല്ലത്ത് നിന്ന് ജൂൺ 22, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 14, ജൂൺ 30, തിരുവല്ലയിൽ നിന്ന് ജൂൺ 27, തൃശ്ശൂർന്ന് ജൂൺ 14. ഇത്രയാണുള്ളത്. ഇനി മണ്ണാർശാല പാക്കേജ് ഉള്ളത് ആര്യനാട് നിന്ന് ജൂൺ 19 ആണുള്ളത്. പിന്നെ ഇനി മറയൂർ പാക്കേജ് നോക്കുകയാണെങ്കിൽ മൂന്നാർ മറയൂർ പാക്കേജാണ്. അത് ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 21 തീയതി ഉണ്ട്. ആലപ്പുഴയിൽ നിന്ന് തന്നെ ജൂൺ 7 ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജൂൺ 1 ജൂൺ 29 ചേർത്തലയിൽ നിന്ന് ജൂൺ 14, എടത്തൂരിൽ നിന്ന് ജൂൺ 28, ഈരാറ്റുപേട്ടയിൽ നിന്ന് ജൂൺ 6, ജൂൺ 14, 28, എറണാകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, 15, 28, എരുമേലി ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, 19, കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, 22, 29, കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, കോട്ടയം ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, 7, 15, 26, പാലാ ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, 28, പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 29, പിറവത്ത് നിന്ന് ജൂൺ 7, 14, 22, പൊൻകുന്നത്ത് നിന്ന് ജൂൺ 1, 14, 21, 28, പൊന്നാനിയിൽ നിന്ന് ജൂൺ 28, വടകരയിൽ നിന്ന് ജൂൺ 10. അടൂരിൽ നിന്ന് സ്റ്റേ പാക്കേജാണ്. മറയൂർ സ്റ്റേ പാക്കേജ് അടൂരിൽ നിന്ന് 14 തീയതി ഉണ്ട്. ഹരിപ്പാട് നിന്ന് ജൂൺ 14 തീയതി ഉണ്ട്. 24 തീയതി ഉണ്ട്. മല്ലപ്പള്ളിയിൽ നിന്ന് ജൂൺ 14 തീയതി ഉണ്ട്. പന്തളത്ത് നിന്ന് ജൂൺ 8, പാപ്പനംകോട് നിന്ന് ജൂൺ 13, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 16, റാന്നിയിൽ നിന്ന് ജൂൺ 21, തിരുവല്ലയിൽ നിന്ന് ജൂൺ 6, ജൂൺ 14, പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 7, പുതുക്കാട് നിന്ന് ജൂൺ 28 ഉണ്ട്. ഇനി മട്ടാഞ്ചേരി പാക്കേജ് കൊല്ലത്ത് നിന്ന് 21 തീയതി ഉണ്ട്. കുളത്തൂപ്പുഴയിൽ നിന്ന് ജൂൺ 7 മൂകാംബിക പാക്കേജ് ചെങ്ങന്നൂരിൽ നിന്ന് ജൂൺ 22 ചേർത്തലയിൽ നിന്ന് ജൂൺ 26, കാസർഗോഡ് നിന്ന് ജൂൺ 21,
കൊല്ലത്തുനിന്ന് ജൂൺ 3, കൊല്ലത്തുനിന്ന് തന്നെ ജൂൺ 25-നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 12-നുണ്ട്. കോഴിക്കോട് നിന്ന് ജൂൺ 14, പാപ്പനംകോട് നിന്ന് ജൂൺ 25, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 20, ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 13, വികാസ് ഭവൻ ഡിപ്പോയിൽ നിന്ന് ജൂൺ 6. ഇനി മൂന്നാർ പാക്കേജ് നോക്കുകയാണെങ്കിൽ ആരനാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 21, ചെങ്ങന്നൂരിൽ നിന്ന് ജൂൺ 7, ചെങ്ങന്നൂരിൽ നിന്ന് ജൂൺ 21, ചിറ്റൂരിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. കണിയാപുരത്ത് നിന്ന് ജൂൺ 21, കണ്ണൂരിൽ നിന്ന് ജൂൺ 13, കണ്ണൂരിൽ നിന്ന് ജൂൺ 27, കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, കൊല്ലത്ത് നിന്ന് ജൂൺ 7, കൊല്ലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 16, കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 7, കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 15, 27, കോഴിക്കോട് നിന്ന് ജൂൺ 7, ജൂൺ 14, ജൂൺ 21, 28, മലപ്പുറത്ത് നിന്ന് ജൂൺ 28, നിലമ്പൂരിൽ നിന്ന് ജൂൺ 14, പാലക്കാട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 20, പയ്യന്നൂരിൽ നിന്ന് ജൂൺ 13, പുനലൂരിൽ നിന്ന് ജൂൺ 15, തലശ്ശേരിയിൽ നിന്ന് ജൂൺ 20, താമരശ്ശേരിയിൽ നിന്ന് ജൂൺ 6, 13, 20, തിരുവമ്പാടി ഡിപ്പോയിൽ നിന്ന് ജൂൺ 4, 23, തൊട്ടിൽപ്പാലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 3, ജൂൺ 24, വടകര ഡിപ്പോയിൽ നിന്ന് ജൂൺ 18, വികാസ് ഭവൻ ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, ജൂൺ 28, മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 7, 15, ഇനി പൂവാർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, മൂന്നാർ മറയൂർ പാക്കേജ്. അല്ലെങ്കിൽ മൈസൂർ പാക്കേജ് നോക്കുകയാണെങ്കിൽ കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, 8, 15, 22, മലപ്പുറത്ത് നിന്ന് ജൂൺ 5, 9, 12, 25, പെരിന്തൽമണ്ണയിൽ നിന്ന് ജൂൺ 19, 19 ഇത്രയാണുള്ളത്. ഇനി നെഫർട്ടിറ്റി കൊച്ചിയിലുള്ളൊരു ആഡംബര കപ്പൽ പാക്കേജാണ്. അപ്പോൾ കടലിനകത്തേക്ക് പോകുന്ന ഒരു പാക്കേജാണ്, ഉൾക്കടലിലേക്ക് പോകുന്ന പാക്കേജാണ്. അപ്പം ആരനാട് നിന്ന് ജൂൺ 28, ആര്യങ്കാവ് നിന്ന് ജൂൺ 28, ചടയമംഗലത്ത് നിന്ന് ജൂൺ 29, ചാത്തന്നൂർ നിന്ന് ജൂൺ 24, ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് കാഞ്ഞങ്ങാട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ജൂൺ 1, കാസർഗോഡ് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. കൊല്ലത്തുനിന്ന് ജൂൺ 8, കൊല്ലത്തുനിന്ന് ജൂൺ 17, ജൂൺ 28, കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 30, കോഴിക്കോട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. മണ്ണാർക്കാട്, പാലക്കാട്, പുനലൂരിൽ നിന്ന് ജൂൺ 29, താമരശ്ശേരിയിൽ നിന്ന് 29, ചാലക്കുടിയിൽ നിന്ന് ജൂൺ 1, നെല്ലിയാമ്പതി പാക്കേജാണ്. നെല്ലിയാമ്പതി പാക്കേജ് ഉള്ളത് ചാലക്കുടിയിൽ നിന്ന് ജൂൺ 1, ജൂൺ 15, ജൂൺ 28, ചിറ്റൂരിൽ നിന്ന് ജൂൺ 1, 8, 14, 22, 29, കൊല്ലത്ത് നിന്ന് ജൂൺ 5, 9, കോഴിക്കോട് നിന്ന് ജൂൺ 1, 8, 15, 22, 29, മലപ്പുറത്ത് നിന്ന് ജൂൺ 1, ജൂൺ 7, ജൂൺ 14, ജൂൺ 28, മണ്ണാർക്കാട് നിന്ന് ജൂൺ 1, ജൂൺ 22, ജൂൺ 23, നിലമ്പൂരിൽ നിന്ന് ജൂൺ 1, 15, 29, പാലക്കാട് നിന്ന് ജൂൺ 1, 6, 8, 14, 15, 21, 22, 29, പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്ന് ജൂൺ 13, 13, പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 20, പെരിന്തൽമണ്ണയിൽ നിന്ന് ജൂൺ 8, 29, പൊൻകുന്നത്ത് നിന്ന് ജൂൺ 8, താമരശ്ശേരിയിൽ നിന്ന് ജൂൺ 1, 8, 15, 22, 29, തിരുവല്ലയിൽ നിന്ന് ജൂൺ 22, തൊട്ടിൽപ്പാലത്ത് നിന്ന് ജൂൺ 8, തൃശ്ശൂരിൽ നിന്ന് ജൂൺ 6, 14, 22, 28, വടക്കാഞ്ചേരിയിൽ നിന്ന് ജൂൺ 6, 22. ഇനി നിയോ ക്ലാസിക് ഒരു കൊച്ചിയിലുള്ളൊരു ഒരു ക്രൂയിസ് പാക്കേജാണ്. അതും കടലിനകത്തേക്ക് പോകുന്നതാണ്. അത് ജൂൺ 14-നുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് നെയ്യാർ ഡാം പാക്കേജ് ജൂൺ 22-ന്, കട്ടക്കടയിൽ നിന്ന് ജൂൺ 28, നിലമ്പൂർ പാക്കേജ് വടകരയിൽ നിന്ന് ജൂൺ 8-ാം തീയതി, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജൂൺ 15, ജൂൺ 21, ജൂൺ 22, എറണാകുളത്ത് നിന്ന് ജൂൺ 7, 8, 15, 29, 15, എരുമേലിയിൽ നിന്ന് ജൂൺ 15, 22, കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, 26, നോർത്ത് പറവൂരിൽ നിന്ന് ജൂൺ 8, പാലാ ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, 22, പിറവം ഡിപ്പോയിൽ നിന്ന് ജൂൺ 18, പൊൻകുന്നത്ത് നിന്ന് ജൂൺ 8, വൈക്കം ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, 22, ഇനി നിലമ്പൂർ തേക്ക് മ്യൂസിയം ചാലക്കുടിയിൽ നിന്ന് ജൂൺ 29,
ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 15, ജൂൺ 21, 28. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, 8, 15, 22, 29. കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, 27. കോഴിക്കോട് നിന്ന് ജൂൺ 8, 22, 29. മണ്ണാർക്കാട് ഡിപ്പോയിൽ നിന്ന് 29-ാം തീയതി. പാലക്കാട് നിന്ന് ജൂൺ 8, ജൂൺ 22. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 23. പയ്യന്നൂർ നിന്ന് ജൂൺ 8, 22. തലശ്ശേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 15, 29. താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് ജൂൺ 13, 15. തിരുവമ്പാടി നിന്ന് 15, 29. തൊട്ടിൽപ്പാലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 15. വടകരയിൽ നിന്ന് ജൂൺ 15. വടകരയിൽ നിന്ന് 28 ഉണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. പൊൻകുന്നത്ത് നിന്ന് ജൂൺ 12 ഉണ്ട്. ഇനി പൈതൽമല പാക്കേജ് നോക്കുകയാണെങ്കിൽ കണ്ണൂർ നിന്ന് ജൂൺ 8, 22. കാസർഗോഡ് നിന്ന് ജൂൺ 8, 22. പയ്യന്നൂർ നിന്ന് ജൂൺ 1, 29. തലശ്ശേരിയിൽ നിന്ന് ജൂൺ 8, 22. തൊട്ടിൽപ്പാലത്ത് നിന്ന് ജൂൺ 1, 15, 29. വടകരയിൽ നിന്ന് ജൂൺ 1, 29. പാലരുവി പാക്കേജ് ഈരാറ്റുപേട്ടയിൽ നിന്ന് ജൂൺ 21. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ജൂൺ 29. പമ്പ പാക്കേജ് ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 15. മാവേലിക്കരയിൽ നിന്ന് ജൂൺ 8. പേരൂർക്കടയിൽ നിന്ന് ജൂൺ 26. വികാസ് വാനിൽ നിന്ന് ജൂൺ 14. പത്തനംതിട്ട ടെമ്പിൾസ് പാക്കേജ് പത്തനംതിട്ടയിലുള്ള അമ്പലങ്ങൾ കണക്ട് ചെയ്തുള്ള പാക്കേജാണ്. കായംകുളത്ത് നിന്ന് ജൂൺ 10, ജൂൺ 30. ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 15. ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 6 പിൽഗ്രിം പാക്കേജ്. ചടയമംഗലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 21. എടത്വയിൽ നിന്ന് ജൂൺ 7. കൊല്ലം ഡിപ്പോയിൽ നിന്ന് കോന്നി ഡിപ്പോയിൽ നിന്ന് ജൂൺ 29. കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 7 പിൽഗ്രിം പാക്കേജാണ്. പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 12. പുനലൂർ നിന്ന് ജൂൺ 8. അടൂർ നിന്ന് ജൂൺ പൊന്മുടി പാക്കേജ് അടൂർ നിന്ന് ജൂൺ 1 15-ാം തീയതി ഉണ്ട്, 29-ാം തീയതി ഉണ്ട്. ആരനാട് നിന്ന് ജൂൺ 14. ആര്യങ്കാവ് നിന്ന് ജൂൺ 8. ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 29. ചടയമംഗലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 8. ചാത്തന്നൂർ നിന്ന് ജൂൺ 1, 22. ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്ന്. ചേർത്തല ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, ജൂൺ 6. എടത്വ ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, 21, 29. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, 29. കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, 8, 15, 29. കായംകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 12, 16, 24. ജൂൺ 24. കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1. കിളിമാനൂർ ജൂൺ 29. കൊല്ലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, ജൂൺ 14, ജൂൺ 29. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, 18. കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 1, 6, 15. കോട്ടയത്ത് നിന്ന്. കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, 22. കുളത്തൂപ്പുഴയിൽ നിന്ന് ജൂൺ 22. പാപ്പനംകോട് നിന്ന് ജൂൺ 15. പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 1, 10, 22. പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് ജൂൺ 29. പൂവാറിന്ന് ജൂൺ 15, 14. പുനലൂർ നിന്ന് ജൂൺ 14. തിരുവല്ലയിൽ നിന്ന് ജൂൺ 8. തിരുവല്ലയിൽ നിന്ന് ജൂൺ 22. ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 8. സിറ്റി ഡിപ്പോയിൽ നിന്ന് ജൂൺ 15. വെള്ളറട ഡിപ്പോയിൽ നിന്ന് ജൂൺ 14. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 8. വികാസ് ഭവനിൽ നിന്ന് ജൂൺ 21. മാവേലിക്കരയിൽ നിന്ന് ജൂൺ 21. പിന്നെ പൂവാർ ബോട്ടിംഗ് പാക്കേജ് നോക്കുകയാണെങ്കിൽ ആരനാട് നിന്ന് ജൂൺ 8. കിളിമാനൂർ നിന്ന് ജൂൺ 15. രാമക്കൽമേട് പാക്കേജ് നോക്കുകയാണെങ്കിൽ അടൂർ നിന്ന് ജൂൺ 7. ആറ്റിങ്ങൽ നിന്ന് 15. ചടയമംഗലത്ത് നിന്ന് ജൂൺ 28. ചാലക്കുടിയിൽ നിന്ന് ജൂൺ 22. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജൂൺ 15, ജൂൺ 29. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 8. എറണാകുളത്ത് നിന്ന് ജൂൺ 7. എറണാകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 22. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ജൂൺ 6. കായംകുളത്ത് നിന്ന് ജൂൺ 9. കിളിമാനൂരിൽ നിന്ന് ജൂൺ 22. കൊല്ലം ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, 28. കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 22. കോട്ടയത്ത് നിന്ന് ജൂൺ 21.
കുളത്തൂപ്പുഴ ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 8, 22, പാപ്പനംകോട് നിന്ന് ജൂൺ 14, 18, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 18, പിറവത്തുനിന്ന് ജൂൺ 7, തിരുവല്ലയിൽ നിന്ന് ജൂൺ 21, വെഞ്ഞാറമൂട് നിന്ന് ജൂൺ 7, വികാസ് ഭവനിൽ നിന്ന് ജൂൺ 25. ഇനി റാണിപുരം പാക്കേജ് നോക്കുകയാണെങ്കിൽ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 15, ജൂൺ 29, പയ്യന്നൂർ നിന്ന് ജൂൺ 15, ആറ്റിങ്ങൽ നിന്ന് ജൂൺ 14, ചടയമംഗലത്ത് നിന്ന് ജൂൺ 14, ചെങ്ങന്നൂർ നിന്ന് ജൂൺ 14, റോസ്മല പാക്കേജാണ്. എടത്തുവയിൽ നിന്ന് ജൂൺ 15, കാണിയാപുരത്ത് നിന്ന് ജൂൺ 29, കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് 15, കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, കായംകുളത്ത് നിന്ന് ജൂൺ 27, കിളിമാനൂർ നിന്ന് ജൂൺ 15, കൊല്ലത്ത് നിന്ന് ജൂൺ 8, കൊല്ലത്ത് നിന്ന് ജൂൺ 28, കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, കോട്ടയത്ത് നിന്ന് ജൂൺ 14, കോട്ടയം ഡിപ്പോയിൽ നിന്ന് ജൂൺ 29, മല്ലപ്പള്ളിയിൽ നിന്ന് ജൂൺ 21, പാപ്പനംകോട് നിന്ന് ജൂൺ 29, പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ജൂൺ 29, വികാസ് ഭവനിൽ നിന്ന് ജൂൺ 15, ജൂൺ 22-നുമുണ്ട്. റോസ്മല തെന്മല പാക്കേജ് പൂവാറിന്ന് ജൂൺ 8-നുണ്ട്. സി എഷ്ടമുടി പാക്കേജ് ഇത് കൊല്ലത്തുള്ള ഒരു ബോട്ടിൻ്റെ ഒരു പാക്കേജാണ്. അത് കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് ജൂൺ 8. അതുപോലെ ആലപ്പുഴ ഉള്ള പാക്കേജ് സി കുട്ടനാട് ജൂൺ 22-ാം തീയതി ചാലക്കുടിയിൽ നിന്ന്. പിന്നെ സൈലന്റ് വാലി പാക്കേജ് ചാലക്കുടിയിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. ചാത്തന്നൂരിന്ന് ജൂൺ 14, ചേർത്തലയിൽ നിന്ന് ജൂൺ 15, ചിറ്റൂരിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. എറണാകുളത്ത് നിന്ന് ജൂൺ 22, കണ്ണൂരിന്ന് ജൂൺ 27, കൊല്ലത്ത് നിന്ന് ജൂൺ 7, കോഴിക്കോട് നിന്ന് ജൂൺ 25, മാവേലിക്കരയിൽ നിന്ന് ജൂൺ 29, പാലയിൽ നിന്ന് ജൂൺ 29, പാലക്കാട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. പത്തനംതിട്ട ജൂൺ 6, പയ്യന്നൂരിന്ന് ജൂൺ 27, സുൽത്താൻ ബത്തേരി ജൂൺ 8, ജൂൺ 22, ജൂൺ 30, തലശ്ശേരി ജൂൺ 13, തൃശ്ശൂർ ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. വടക്കാഞ്ചേരി ഫിക്സ് ചെയ്യാനുണ്ട്. സിൽവർ സ്റ്റോൺ പാക്കേജ് കുളത്തുപുഴയിൽ നിന്ന് ജൂൺ 7-ാം തീയതി ഉണ്ട്. മല്ലപ്പള്ളിയിൽ നിന്ന് ജൂൺ 29, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 15, വൈക്കത്ത് നിന്ന് ജൂൺ 15, ശിവഗിരി പാക്കേജ് ചടയമംഗലത്ത് നിന്ന് ജൂൺ 1, സൂര്യാംശു പാക്കേജ് സൂര്യാംശു എന്ന് പറയുന്ന ഒരു KSINCയുടെ ഒരു ബോട്ടാണ്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ജൂൺ 29-ന്, സിറ്റിയിൽ നിന്ന് ജൂൺ 8-നുണ്ട്. തീരദേശ യാത്ര ട്രിവാൻഡ്രത്തുള്ള പാക്കേജാണ്. തിരുവനന്തപുരത്തുള്ള കടലുകൾ കണക്ട് ചെയ്തുള്ള ഒരു പാക്കേജാണ്. പാപ്പനംകോട് നിന്ന് ജൂൺ 21-നുണ്ട്. കിളിമാനൂർ നിന്ന് തേക്കടി പാക്കേജ് ജൂൺ 7-നുണ്ട്. ചേർത്തലയിൽ നിന്ന് തെന്മല പാക്കേജ് ജൂൺ 22, വെള്ളറടയിൽ നിന്ന് ജൂൺ 22, വെഞ്ഞാറമൂട് നിന്ന് ജൂൺ 29, തിരുനെല്ലി പാക്കേജ് കിളിമാനൂർ നിന്ന് ജൂൺ 29, തൃശ്ശൂർ പാക്കേജ് വൈക്കത്ത് നിന്ന് ജൂൺ 8, ട്രിവാൻഡ്രം പാക്കേജ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ട്രിവാൻഡ്രം കാഴ്ചകളാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ജൂൺ 8, കൂത്താട്ടുകുളത്ത് നിന്ന് ജൂൺ 15, കുളത്തുപുഴയിൽ നിന്ന് ജൂൺ 8, ട്രിവാൻഡ്രം ടെമ്പിൾസ് പാക്കേജ് അടൂരിൽ നിന്ന് ജൂൺ 15, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജൂൺ 6, ചെങ്ങന്നൂരിൽ നിന്ന് ജൂൺ 15, എറണാകുളത്ത് നിന്ന് ജൂൺ 14, എറണാകുളത്ത് നിന്ന് ജൂൺ 29, എരുമേലിയിൽ നിന്ന് ജൂൺ 21, ഹരിപ്പാട് നിന്ന് ജൂൺ 15, കരുനാഗപ്പള്ളിയിൽ നിന്ന് ജൂൺ 25, കായംകുളത്ത് നിന്ന് ജൂൺ 14, കോന്നിയിൽ നിന്ന് ജൂൺ 15, കൂത്താട്ടുകുളത്ത് നിന്ന് ജൂൺ 7, കുളത്തുപുഴയിൽ നിന്ന് ജൂൺ 21, മല്ലപ്പള്ളിയിൽ നിന്ന് ജൂൺ 15, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 1, പൊൻകുന്നത്ത് നിന്ന് ജൂൺ 15, റാന്നിയിൽ നിന്ന് ജൂൺ 15, തിരുവല്ലയിൽ നിന്ന് ജൂൺ 29, വൈക്കം ഡിപ്പോയിൽ നിന്ന് ജൂൺ 6, വൈക്കത്ത് നിന്ന് ജൂൺ 28. ഇനി ഉത്രാളിക്കാവ് പാക്കേജ് ചേർത്തല ഡിപ്പോയിൽ നിന്ന് ജൂൺ 7, ഹരിപ്പാട് നിന്ന് ജൂൺ 14, വാഗമൺ പാക്കേജ് ആരനാട് നിന്ന് ജൂൺ 25, ഐരിങ്കാവ് നിന്ന് ജൂൺ 25, ആറ്റിങ്ങൽ നിന്ന് ജൂൺ 8, ചടയമംഗലത്ത് നിന്ന് ജൂൺ 6, ചാലക്കുടിയിൽ നിന്ന് ജൂൺ 28, ചെങ്ങന്നൂർ നിന്ന് ജൂൺ 25, എറണാകുളത്ത് നിന്ന് ജൂൺ 6, എറണാകുളത്ത് നിന്ന് ജൂൺ 21, ഹരിപ്പാട് നിന്ന് 7-ാം തീയതി, കണിയാപുരത്ത് നിന്ന് 15-ാം തീയതി, കണ്ണൂർ നിന്ന് ജൂൺ 6-ാം തീയതി, കരുനാഗപ്പള്ളി നിന്ന് ജൂൺ 1, കാട്ടാക്കടയിൽ നിന്ന് ജൂൺ 14, കായംകുളത്ത് നിന്ന് ജൂൺ 1, ജൂൺ 21, 29, കിളിമാനൂർ നിന്ന് ജൂൺ 22, കൊല്ലത്ത് നിന്ന് ജൂൺ 6, 22, കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 1, 22, 28, കുളത്തുപുഴയിൽ നിന്ന് ജൂൺ 1, 13, 25, വാഗമണ്ണിൽ നിന്ന് മാവേലിക്കരയിൽ നിന്ന് ജൂൺ 1, 8, 14, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 7, നോർത്ത് പറവൂർ നിന്ന് ജൂൺ 15, 29, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 24, പേരൂർക്കടയിൽ നിന്ന് ജൂൺ 1, 14, പെരുമ്പാവൂർ നിന്ന് 14, പൊന്നാനിയിൽ നിന്ന് 13, പൂവാർ നിന്ന് 14, പുനലൂർ നിന്ന് 24, താമരശ്ശേരിയിൽ നിന്ന് 5, 19, തിരുവല്ലയിൽ നിന്ന് 15, 21, തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് 21, ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ജൂൺ 22, വെള്ളറട ഡിപ്പോയിൽ നിന്ന് ജൂൺ 29,
വെഞ്ഞാറമൂട് നിന്ന് ജൂൺ 1, വികാസ് ഭവനിൽ നിന്ന് 8, വാഗമൺ പരുന്തുംപാറ പാക്കേജ് കോഴിക്കോട് നിന്ന് 24, കോഴിക്കോട് നിന്ന് 10, പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് ജൂൺ 14, മണ്ണാർക്കാട് നിന്ന് വാഗമൺ മാംഗോ മെഡോസ് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് വാഗമൺ ഒണ്ടേ ജൂൺ 8-ാം തീയതി, 21-ാം തീയതി, 29-ാം തീയതി. പാപ്പനംകോട് ഡിപ്പോയിൽ നിന്ന് വർക്കല പാക്കേജ് ജൂൺ 8, വട്ടവട ജൂൺ 7, ആലുവയിൽ നിന്ന് വട്ടവട പാക്കേജാണ് ജൂൺ 14, 28, ചാലക്കുടിയിൽ നിന്ന് 14, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജൂൺ 22, കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് വട്ടവട പാക്കേജ് ജൂൺ 21, കോട്ടയത്ത് നിന്ന് ജൂൺ 1, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, 8, 21, 29, പാലാ ഡിപ്പോയിൽ നിന്ന് ജൂൺ 1, 8, പിറവത്തുനിന്ന് 1, 8, 28, പൊൻകുന്നത്ത് നിന്ന് ജൂൺ 22, തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് 15, 29, വേഗ ആലപ്പുഴ പാക്കേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വേഗ ആലപ്പുഴ ജൂൺ 21, വേളാങ്കണ്ണി പാക്കേജ് ചേർത്തലയിൽ നിന്ന് ജൂൺ 13, ജൂൺ 20, വയനാട് പാക്കേജ് അടൂരിൽ നിന്ന് ജൂൺ 27, ചെങ്ങന്നൂരിൽ നിന്ന് ജൂൺ 25, ഹരിപ്പാട് നിന്ന് ജൂൺ 25, കണ്ണൂരിൽ നിന്ന് ജൂൺ 1, കണ്ണൂരിൽ നിന്ന് ജൂൺ 8, 15, 29, കൊല്ലത്ത് നിന്ന് ജൂൺ 9, 27, കൊട്ടാരക്കരയിൽ നിന്ന് ജൂൺ 20, വയനാട് നിന്ന് ജൂൺ 6, 22, മലപ്പുറത്ത് നിന്ന് ജൂൺ 15, 21, 26, മാവേലിക്കരയിൽ നിന്ന് ജൂൺ 15, നിലമ്പൂരിൽ നിന്ന് ജൂൺ 8, പാലക്കാട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. പാപ്പനംകോട് നിന്ന് ജൂൺ 27, പത്തനംതിട്ടയിൽ നിന്ന് ജൂൺ 26, പയ്യന്നൂരിൽ നിന്ന് ജൂൺ 1, 15, പൊന്നാനിയിൽ നിന്ന് ജൂൺ 14, തലശ്ശേരിയിൽ നിന്ന് ജൂൺ 1, 15, 29, താമരശ്ശേരിയിൽ നിന്ന് ജൂൺ 27, തിരുവല്ലയിൽ നിന്ന് ജൂൺ 21, തൊട്ടിൽപ്പാലത്ത് നിന്ന് ജൂൺ 8, 21, 28. ഇത്രയും പാക്കേജിലാണ് നിലവിൽ ജൂൺ മാസം KSRTC ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ തൊട്ടടുത്തുള്ള ഡിപ്പോയിൽ എല്ലാത്തിനും നമ്പേഴ്സ് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ പാക്കേജിൻ്റെയും സൈഡിൽ. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ച് നിങ്ങളുടെ ആ പാക്കേജിൻ്റെ കാര്യങ്ങൾ, മഴയാണ്, ക്യാൻസലേഷൻ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ്, അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബുക്കിംഗ് എടുത്ത് KSRTC വരുമ്പോൾ യാത്ര ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.